ആശാവർക്കർമാരുടെ സമരം അനാവശ്യമെന്ന് CPM വ്യക്തമാക്കിയിരിക്കുന്നു. അത് സേവന മേഖലയായിരുന്നുവെന്നും അവർക്ക് കൊടുക്കുന്ന വേതനം ഔദാര്യമാണെന്നും പറഞ്ഞിരിക്കുന്നത് കേരളം ഭരിക്കുന്ന തൊഴിലാളി വർഗ പാർട്ടി എന്നോർക്കണം. ദുഷ്ടബുദ്ധികളുടെ തലയിൽ ഉദിച്ച സമരമാണിതെന്നും അതിന് രാഷ്ട്രീയ ഉദ്ദേശമാണ് ഉള്ളതെന്നും പറയുന്ന CPM നേതാവ് തെറ്റിദ്ധരിപ്പിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൊണ്ടിരുത്തി അനാവശ്യമായ സമരമുണ്ടാക്കി ആ സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുകയാണെന്നും ഒരു ഉളുപ്പുമില്ലാതെ പറയുന്ന തൊഴിലാളി നേതാവ് EP ജയരാജനാണ്. കട്ടൻ ചായയും പരിപ്പുവടയും പഴയ കമ്മ്യൂണിസ്റ്റ് രീതിയാണെന്നും ചിക്കനും ബിരിയാണിയും കഴിക്കണമെന്നും സഖാക്കൾക്ക് പറഞ്ഞു കൊടുത്ത അതേ കമ്മ്യൂണിസ്റ്റ് ബൂർഷ്വാ നേതാവ് തന്നെ ഇതും പറഞ്ഞതിൽ അതിശയോക്തിയില്ല. വീട് തെറുത്തും പാടത്തച്ചെളിയിൽ പകലന്തിയോളം കഷ്ടപ്പെട്ടും പാവം സഖാക്കൾ പാർട്ടി വളർത്തിയപ്പോൾ അതിന്റെ ഓരം ചേർന്ന് നടന്ന് ജയരാജൻ സഖാവും കുടുംബവും ഉണ്ടാക്കിയത് ഉടുതുണിയോട് പോലും പുച്ഛം പുലർത്തുന്ന സായിപ്പിനും മദാമയ്ക്കും മസാജ് ചെയ്തു കൊടുക്കുന്ന വൈദേകം റിസോർട്ടാണെന്ന കാര്യം ആരും മറന്നിട്ടില്ല. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് കുപ്പായമിട്ട് നടക്കുന്ന അഭിനവ മുതലാളിമാർക്ക് ആശാവർക്കർമാരുടെ സമരം അനാവശ്യമായി തോന്നാം. ഞങ്ങൾ ഏറ്റവും സുരക്ഷിതർ എന്ന് CPM-ന്റെ ഭരണത്തിൽ നിന്ന് കരുതിയ ആശാവർക്കർമാരും അംഗനവാടി ജീവനക്കാരും റേഷൻ കടക്കാരും ഇന്ന് പട്ടിണി മാറ്റാനുള്ള സമരത്തിലാണെങ്കിൽ ജയരാജൻ സഖാവെ ഒന്നുറപ്പിച്ചോളൂ, കേരളവും ഒരു ബംഗാളായി കഴിഞ്ഞു.